ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എയർപോർട്ട് വരെ പോവുകയാണ്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ആരെയാണ് കൊണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള വിശേഷം ബാക്കിലൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അത്രയും പ്രിയപ്പെട്ട നമ്മുടെ ചങ്ക് ബ്രോ ഇന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ആളെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോണത്. ആളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, എൻ്റെ സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്താ ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ കാണുന്ന ആൾക്കാരുണ്ടാവും. മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും ആളെ. എന്തായാലും ഞാൻ പോണ വഴി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ സമയം 7:45 അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും അല്ലും മാത്രമേ ഉള്ളൂ. അച്ഛൻ എത്തിയിട്ടില്ല, ചേട്ടൻ ശബരിമല ഡ്യൂട്ടിയിലാണ്. അപ്പോൾ വേറെ ആരുമില്ല, നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടീമുകൾ അവിടെ എത്തും, നമ്മുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ അവിടെ എത്തും. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. പോണ വഴിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണുക. ഹായ് പറ ഗൈസ്. നമ്മളിന്ന് പറ എവിടെ പോകുന്നു? എയർപോർട്ടിൽ പോവേന്ന് പറ. ഹോട്ടലിലല്ല, എയർപോർട്ടിൽ. പറയാൻ കിട്ടണില്ല പാവ. എന്നാ വാ, ചാച്ച പറഞ്ഞേക്ക് എല്ലാവർക്കും. പിന്നെ കാണാം പറ. ഓക്കേ, സീ യു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ കാറിൻ്റെ നമ്പർ സ്കാൻ ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് വെച്ചോളൂ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെർമിനൽ 3-ലായിരുന്നു ആളെ ആക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് പോവാന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ നമ്മൾ അതിനിടയിൽ നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സ് എല്ലാവരും എത്തിയോന്ന് അറിയാനായിട്ട്. അപ്പോൾ അവരൊക്കെ പുറകെ വരണേ ഉള്ളൂ. നമ്മളാണ് ഫസ്റ്റ് എത്തിയത്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്, വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ വരണ വഴി വല്ല ബ്ലോക്കോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മുടെ സമയം ലേറ്റ് ആയിട്ടൊന്നുമില്ല. സാധാരണ എപ്പോൾ എയർപോർട്ടിൽ വന്നാലും നമ്മുടെ സമയം എന്താ പറയുക പോവും. വേറെ ഒന്നുമല്ല, ഒന്നിലെ ലേറ്റായി ഇറങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമായിട്ട് എപ്പോഴും അതെ എയർപോർട്ടിൽ വൈകി എത്തണ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഇത്തവണ നേരത്തെ എത്താലോ എന്ന് കരുതിയിട്ട് നമ്മൾ വേഗം ഇന്നിറങ്ങി. അങ്ങനെ ദേ ഇവിടെ നമുക്ക് പാസ് എടുക്കണം. 100 രൂപ കൊടുത്തിട്ട് കാർ പാർക്കിങ്ങിന് നമ്മൾ പാസ് എടുക്കണം, എന്നാലും നമുക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാസ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കിടക്കാൻ. അപ്പോൾ പാസ് എടുക്കുകയാണ് ഇവിടെ. നമ്മൾ ദേ വെയിറ്റ് ചെയ്ത് നാള് ദേ എത്തിക്കഴിഞ്ഞ് ദേ നിൽക്കുന്നതാണ് നമ്മുടെ താരം. ഇതാണ് ലെനിൻ ചേട്ടൻ. അപ്പോൾ ലെനിൻ ചേട്ടനെ എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ അത്രയും ചങ്ക് ബ്രോയാണ്. നമ്മുടെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റയിലോ വാട്സപ്പിലോ ഒക്കെ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ലെനിൻ ചേട്ടനെ. അപ്പോൾ ചേട്ടൻ ഇന്ന് ഒമാനിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊന്നും എത്തിയിട്ടില്ല, അപ്പോൾ അവരെ വിളിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണപ്പോഴത്തേക്ക് ആൾ പോസ് ചെയ്യും. അത് സ്വാഭാവികം, എപ്പോഴും അതെ, എന്ത് വീഡിയോ എടുത്താലും ആൾ പോസ് ചെയ്യും. അങ്ങനെ അതേ എയർപോർട്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി ഉള്ളൂ ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം കൊണ്ട് നമ്മൾ എന്താ പറയുക, ഭയങ്കര ഒരു സിറ്റുവേഷനാണ്. നമുക്കത് എങ്ങനെ പറഞ്ഞറിയിക്കുന്നറിയില്ല. ഇപ്പോൾ പ്രവാസികളായ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും എന്താണ് ആ സമയത്ത് ഉണ്ടാകുന്ന അവസ്ഥയെന്ന്. അപ്പോൾ ഇതാണ് രജീഷ് ചേട്ടൻ, നാടൻപാട്ട് കലാകാരനാണ്, നമ്മുടെ അത്രയും ചങ്ക് ബ്രോയാണ്. അങ്ങനെ ഓരോരുത്തർ ദേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് പേര് വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങും ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന് ഒന്ന് ജസ്റ്റ് കട്ടായിപ്പോയി, വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രവാസികളുടെ കാര്യം. അപ്പോൾ പ്രവാസികളുടെ കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും. എന്താണ് ആ ഒരു പോകുന്ന മുന്നുള്ള ആ ഒരവസ്ഥ നമുക്ക് എങ്ങനെ പറഞ്ഞ് ഇതാക്കണമെന്ന് അറിയാം. ഇപ്പം തന്നെ എനിക്ക് പറയാൻ കിട്ടുന്നില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ഇതിലായിരുന്നു അവസ്ഥ. കാരണം എല്ലാ നേരവും നമ്മുടെ ഒപ്പം ഒരുമിച്ചുണ്ടാവണ, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനായാലും നമ്മുടെ ഒപ്പം ഉണ്ടാവണ ആൾ ഇന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ഒരു സങ്കടവും ഒക്കെയാണ് എല്ലാവർക്കും. അങ്ങനെ ദയവേ കുറച്ച് നിമിഷങ്ങൾ കൂടി ബാക്കിയുള്ളൂ ആള് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ചേച്ചിയും അമ്മയും ഞങ്ങളുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഞങ്ങളുടെ അവസ്ഥ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമുണ്ട്. സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. എന്നാൽ അതിലുപരി സന്തോഷമുണ്ട്. കാരണം നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത് എന്നാലോചിക്കുമ്പോൾ.
അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും എന്ന് കരുതാം. എന്തായാലും എല്ലാവിധ ആശംസകളും നമ്മുടെ ലെനിൻ ചേട്ടന്, എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ എന്തായാലും ചേട്ടൻ പോയി നല്ലൊരു രീതിയിൽ തിരിച്ചു വരട്ടെ. ഇനി വരുമ്പോൾ എന്തായാലും നമ്മൾ ഇതിലും വലിയ സന്തോഷത്തിലായിരിക്കും. ഇപ്പോൾ കുറച്ച് സങ്കടപ്പെട്ടാലും തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് സന്തോഷിക്കാമല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു ആശ്വാസം. ചേട്ടനെ ആക്കിയിട്ട് നമ്മൾ ഇതാ തിരിച്ചു പോരണത്. ചിന്നു വല്ലും ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ആരാന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ലെനിച്ചേട്ടനാണ് ഒമാനിലേക്ക് പോണത്. അപ്പോൾ ആളാക്കി നമ്മളിത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നേരത്തെ കണ്ടില്ലേ, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.